പെറുവിലെ മാച്ചു പിച്ചു എന്ന പുരാനഗരത്തിലെത്തി നിൽക്കുകയാണ് ഞാനിപ്പോൾ. ഒരു കൊടുമുടിയുടെ മുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇൻക നഗരാവശിഷ്ടങ്ങൾ. 600 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിതമായ നഗരം. ഇന്നത്തെ ഒരു ആധുനിക നഗരത്തിലുള്ള തരം എല്ലാ സംവിധാനങ്ങളും ഇൻകാകൾ ഇവിടെ ഒരുക്കിയിരുന്നു. ക്ഷേത്രവും കൊട്ടാരവും ധാന്യ സംഭരണ കേന്ദ്രങ്ങളും പട്ടാള ബാരക്കുകളുമെല്ലാം. മെയിൻ സ്റ്റേയേഴ്സ് എന്നറിയപ്പെടുന്ന പടവുകളാണിത്. വലിയൊരു പ്ലാസയുടെ ഇരുവശവുമായിട്ടാണ് മാച്ചു പിച്ചുവിന്റെ നഗരനിർമ്മിതികൾ. പച്ച പുൽത്തകിടിയും പല തട്ടുകളുമായി കാണുന്നതാണ് പ്ലാസ. ഇപ്പോൾ ഞാൻ നടക്കുന്നത് ഇൻകാകൾ ടെറസ് ഫാമിംഗ് നടത്തിയിരുന്ന മലഞ്ചെരുവിലാണ്. ഇവിടെ നിന്നിനി നഗരത്തിലേക്ക് പോകണം. മുന്നിൽ വലിയ കോട്ടമതിലും അതിലൊരു ചെറു കവാടവും കവാടത്തിലേക്കെത്തുന്ന പടവുകളുമെല്ലാം കാണാം. ടൂറിസ്റ്റുകളുടെ വലിയ സംഘങ്ങൾ അങ്ങിങ്ങ് കൂടി നിൽക്കുന്നു. അവരെ പിന്നിട്ട് നടക്കുകയാണ്. സിറ്റി ഗേറ്റ് എന്നാണ് ഈ കവാടം അറിയപ്പെടുന്നത്. കൃഷിയിടങ്ങളിൽ നിന്ന് നഗരത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രധാന കവാടമാണിത്. ഈ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പണ്ട് നഗരം സുരക്ഷിതമായിരുന്നു. മതിലിനരികിലൂടെ മെയിൻ സ്റ്റേയേഴ്സ് എന്നറിയപ്പെടുന്ന പടവുകൾ. ഉർബാമ്പ നദിക്കരയിൽ നിന്നും നഗരത്തിലേക്ക് കയറി വന്നിരുന്നത് മെയിൻ സ്റ്റേയേഴ്സിലൂടെയാണ്. 2 നിരയായാണ് മെയിൻ സ്റ്റേയേഴ്സ്. അതിനു നടുവിലൂടെ വലിയൊരു ചാൽ. മഴക്കാലത്ത് കൃഷിയിടങ്ങൾക്ക് നാശം വരുത്താതെ ജലം കുത്തി ഒഴുകിയിരുന്നത് ഈ ചാലിലൂടെയാണ്. മതിലിന് പുറത്ത് ഒരു കിടങ്ങായും അത് വർത്തിച്ചു. ഞാൻ സിറ്റി ഗേറ്റ് പിന്നിട്ട് നഗരത്തിലേക്ക് കടന്നു. പിന്നിൽ കൃഷിയിടങ്ങളും മാച്ചു പിച്ചു എന്ന പർവ്വതവും. ഇൻക നാളുകളിലെ സാധാരണ ജനം വസിച്ചിരുന്ന ഭാഗമാണിത്. തൊട്ടു നിൽക്കുന്ന വീടുകൾ. മാച്ചു പിച്ചുവിൽ എന്റെ സഹയാത്രികയും ഗൈഡുമാണിവർ. 6 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിതമായ പല കെട്ടിടങ്ങൾക്കുള്ളിലൂടെ ഞങ്ങൾ കയറിയിറങ്ങി നടന്നു. 15-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് 200 ഇൻക കുടുംബങ്ങൾ ഇവിടെ വസിച്ചിരുന്നുവെന്നാണ് കണക്ക്. ചക്രവർത്തിയും പരിവാരങ്ങളും പതിവായി മാച്ചു പിച്ചുവിൽ ഉണ്ടായിരുന്നില്ല. കുസ്കോയിലായിരുന്നു ഇൻക ചക്രവർത്തിയുടെ കൊട്ടാരം. എന്നാൽ വേനൽക്കാലത്ത് അദ്ദേഹം കുറേ ദിനങ്ങൾ ഇവിടെ ചെലവിടാനെത്തുമായിരുന്നു എന്നാണ് ചരിത്രം. പിന്നിൽ ടെറസുകൾ കാണാം. അതിലൂടെയാണ് അല്പം മുൻപ് ഞാൻ നടന്നത്. പർവ്വത മുകളിൽ നിന്നും തുടങ്ങി താഴ്വാരം വരെ തട്ടുതിരിച്ചിട്ടിരിക്കുന്ന കൃഷിയിടങ്ങൾ. ചോളമായിരുന്നു അവിടുത്തെ പ്രധാന കൃഷി. പല വലിപ്പത്തിലുള്ള നിരവധി കൽക്കെട്ടിടങ്ങളുണ്ട് ഇവിടെ. ഈ കല്ലുകൾ പർവ്വതത്തിൽ ഇവിടെ നിന്ന് തന്നെ പൊട്ടിച്ചെടുത്തതാണെന്ന് ധരിക്കരുത്. താഴ്വാരത്തെ ക്വാറികളിൽ നിന്നുമാണ് മാച്ചു പിച്ചുവിലെ നിർമ്മിതികൾക്കാവശ്യമായ കല്ലുകളിൽ ഭൂരിഭാഗവും കൊണ്ടുവന്നത്. അക്കാലത്തും ആൻഡീസ് പർവ്വതമേഖലയിലെ വളർത്തുമൃഗമായിരുന്ന ലാമകളുടെ പുറത്തേറ്റിയും ആളുകൾ തലച്ചുമടായും കല്ല് പർവ്വതമുകളിൽ എത്തിച്ചിരിക്കാമെന്നാണ് ചരിത്രകാരന്മാർ അനുമാനിക്കുന്നത്. ഗൈഡ് ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മറ്റൊരു കാഴ്ച കാണിക്കാനാണ്. ഒരു റോക്ക് ക്വാറിയാണിത്. കെട്ടിടങ്ങളും ടെറസുകളും പണിയാൻ കല്ലുകൾ പൊട്ടിച്ചെടുത്തിരുന്ന ഒരിടം ഇതാണ്. ദൂരെ എവിടെ നിന്നോ വലിച്ചുകൊണ്ടുവന്ന കല്ല് ആവശ്യമായ അളവിൽ മുറിച്ചെടുക്കാനായി ഇവിടെ സൂക്ഷിച്ചതായിരുന്നു എന്നൊരു നിഗമനവുമുണ്ട്. നഗരത്തിൽ ഇനിയും എന്തെല്ലാമോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ടായിരുന്നു എന്നാണ് ഈ പാറകളുടെ കാഴ്ചകൾ നൽകുന്നത്. തൊട്ടപ്പുറമുള്ള പർവ്വതത്തിന്റെ ഉദരത്തിൽ നിന്നും പെൻസ്റ്റോക്ക് പൈപ്പുകൾ താഴേക്ക് നീളുന്നത് കാണാം. ഉർബാമ്പ നദിയിലെ ഒരു ഡാമിൽ നിന്നും പവർ ഹൗസിലേക്കുള്ള പൈപ്പുകളാണ്. അതിന്റെ എല്ലാം കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിയെടുത്ത് നിൽക്കുകയാണ് സഞ്ചാരികൾ. ഗംഭീരമായ പ്രകൃതി സൗന്ദര്യമുള്ള പ്രദേശമാണിത്. പർവ്വതങ്ങളും ഇൻക നിർമ്മിതികളും എത്ര തന്നെ ക്യാമറയിൽ പകർത്തിയാലും മതി വരുന്നില്ല ഇവർക്കൊന്നും. മാച്ചു പിച്ചുവിന്റെ പ്രകൃതി തന്നെയാണ് പ്രധാനം. വമ്പൻ ശിലാഖണ്ഡങ്ങളും പുൽത്തകിടിയും ആകാശത്തേക്ക് മുനനീട്ടി നിൽക്കുന്ന പർവ്വതങ്ങളുമെല്ലാം ചേർന്ന് അഭൗമമായൊരു സൗന്ദര്യമുള്ള പ്രകൃതി. പൂർണ്ണമായും സജീവമായിരുന്ന കാലത്തെ മാച്ചു പിച്ചുവിനെ ഇതിലെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് മനക്കണ്ണിൽ കാണാനാവുന്നുണ്ട്. രാവിലെ തന്നെ ടൂറിസ്റ്റുകൾ മാച്ചു പിച്ചുവിലെങ്ങും നിറഞ്ഞു കഴിഞ്ഞു. രാവിലെ 6 മണിക്കാണ് ആദ്യ സംഘം സഞ്ചാരികളുമായി ബസ്സുകൾ മാച്ചു പിച്ചുവിന്റെ താഴ്വാരത്തെത്തുക. മാച്ചു പിച്ചുവിലെ സൂര്യോദയം കാണാൻ വരുന്നവരായിരിക്കും അവർ. അപ്പോൾ മുതൽ വൈകുന്നേരം 6 മണി വരെയും ഈ പുരാനഗര വഴികളിലെങ്ങും സന്ദർശക തിരക്ക് തന്നെയായിരിക്കും.
1990-കളിൽ തുടങ്ങിയ സന്ദർശക പ്രവാഹം 2010 ആയപ്പോഴേക്കും നിയന്ത്രണാതീതമായിരുന്നു. പ്രതിദിനം 3000 മുതൽ 5000 വരെ ആളുകൾ ഈ പുരാനിർമ്മിതികൾ സന്ദർശിക്കാനെത്തിയ നാളുകളുണ്ട്. അതിൽ 75% വിദേശികളായിരുന്നു. ആളുകളുടെ ഈ അനിയന്ത്രിത പ്രവാഹം മാച്ചു പിച്ചു എന്ന ലോകാത്ഭുതത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാവുമെന്ന് തിരിച്ചറിഞ്ഞ് പെറൂവിയൻ ഗവൺമെന്റ് ചില നടപടികൾ സ്വീകരിച്ചു. 2011 ജൂലൈ മുതൽ പ്രതിദിനം 2500 സന്ദർശകരെ മാത്രമേ ഇവിടെ അനുവദിക്കുന്നുള്ളൂ. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാന പട്ടികയിൽ ഉൾപ്പെട്ട ഇടമാണ് മാച്ചു പിച്ചു. ഈ പ്രദേശത്തെ സംരക്ഷിക്കാൻ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് യുനെസ്കോയും പെറൂവിയൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടന്ന് റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സിന്റെ മറ്റൊരു ഭാഗത്തേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വീതി കുറഞ്ഞ വഴിയുടെ ഇരുഭാഗത്തും കൂർത്ത മേൽക്കൂരയുണ്ടായിരുന്ന നീളൻ കെട്ടിടങ്ങൾ. ഒറ്റമുറി വീടുകളാണെല്ലാം. കെട്ടുറപ്പുള്ള കുടുംബജീവിതത്തിനുടമകളായിരുന്നു ഇൻകാകൾ. ഓരോ വീട്ടിലും 4 മുതൽ 8 അംഗങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ ഉണ്ടായിരുന്നവരിൽ കൂടുതലും കൃഷിക്കാരോ കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നവരോ ആയിരുന്നു. നഗരത്തിന്റെ പ്രധാന ഭാഗത്തെ ക്ഷേത്രങ്ങളിൽ നിന്നും അകലെയായിരുന്നു അവരുടെ സ്ഥാനം. 1911 ഹിറാം ബിങ്ഹാം കണ്ടെത്തുമ്പോൾ മാച്ചു പിച്ചു ഈ വിധമൊന്നും ആയിരുന്നില്ല. ആളുകൾ ഒഴിഞ്ഞുപോയ ശേഷം 3.5 നൂറ്റാണ്ടുകൊണ്ട് വളർന്ന മരങ്ങളും കുറ്റിച്ചെടികളും കൊണ്ട് ഇവിടമാകെ മൂടിപ്പോയിരുന്നു. മഴയെ തുടർന്നുണ്ടായ മണ്ണൊലിപ്പിനാൽ പല കെട്ടിടങ്ങളും അപ്രത്യക്ഷമാവുകയും ചെയ്തു. 1912 തന്നെ മരങ്ങൾ വെട്ടിമാറ്റിയും മണ്ണ് നീക്കം ചെയ്തും മാച്ചു പിച്ചുവിനെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഹിറാം ബിങ്ഹാമാണ് അതിന് നേതൃത്വം നൽകിയത്. 3 വർഷം കൊണ്ടാണ് നഗരത്തിലെ നിർമ്മിതികൾ ഒട്ടൊക്കെ പുറത്തെടുക്കാനായത്. ഇതിനിടെ പലതവണ ബിങ്ഹാം അമേരിക്കയിൽ പോയി വന്നിരുന്നു. ഓരോ തവണ പോകുമ്പോഴും മാച്ചു പിച്ചുവിലെ ഉത്ഖനനത്തിനിടെ ലഭിച്ച അമൂല്യ പുരാവസ്തുക്കൾ അദ്ദേഹം അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. അത്തരം വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിനായി പെറു അന്താരാഷ്ട്ര കോടതിയിൽ നിയമപോരാട്ടം തന്നെ നടത്തിയിരുന്നു. ഇപ്പോൾ ഈ വിധം തെളിഞ്ഞു കാണുന്നുണ്ടെങ്കിലും മാച്ചു പിച്ചുവിലെ ഉത്ഖനന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മലയുടെ പല തട്ടുകളിൽ പല നിരകളിലായിട്ടാണ് വീടുകൾ. ഇതെല്ലാം റെസിഡൻഷ്യൽ ഏരിയകൾ തന്നെ. ശിലകളുടെ വലിയൊരു ലോകം. മുകളിലേക്കുള്ള കെട്ടിടങ്ങളുടെ കാഴ്ച ഇവിടെ നിന്ന് കാണാം. വീടുകളുടെ ജനാലകളാണ് പൊത്തുകൾ പോലെ കാണുന്നത്. കൂടാതെ ഭിത്തിയിൽ ഷെൽഫുകളും ഉണ്ടായിരുന്നു. ഉറുബാമ്പ നദിയും അതൊഴുകുന്ന താഴ്വാരവും എല്ലാ വീടിന്റെയും ജാലകത്തിലൂടെ കാണാം. വീടുകളിലേക്ക് ശുദ്ധവായു കടന്നിരുന്നതും വീട്ടുകാർ താഴ്വാരത്തെ നിരീക്ഷിച്ചിരുന്നതുമെല്ലാം ഈ ജാലകപ്പൊത്തുകളിൽ കൂടി തന്നെ. എവിടെയും ടൂറിസ്റ്റുകളുടെ തിരക്ക്. ഗൈഡുമാരുടെ വിവരണം കേൾക്കാൻ കൂടി നിൽക്കുന്നവർ. കൽവഴികളിലൂടെ നടന്നു നീങ്ങുന്നവർ. ഇത്തരം ചരിത്രസ്ഥലികളുടെ കഥകൾ മനസ്സിലാക്കി വേണം സഞ്ചരിക്കാൻ. അപ്പോഴേ യാത്ര ആസ്വാദ്യമാവുകയുള്ളൂ. അതല്ലെങ്കിൽ കുറെ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്ന വെറും ഒരു കുന്നിൻ ചെരുവ് മാത്രമാകും ഇത്. പ്രകൃതി മനോഹാരിതയും ശിലാനിർമ്മിതികളുടെ പ്രാധാന്യവും ഇവിടെയുണ്ടായിരുന്ന മനുഷ്യരുടെ ജീവിതവും അവരുടെ സംസ്കാരവുമെല്ലാം അറിയണം. പിന്നിൽ അക്കാണുന്നതാണ് മാച്ചു പിച്ചു എന്ന പർവ്വതം. അതിന്റെ ചെരുവിലാണ് ഫാമിംഗ് ടെറസുകൾ. ഇതെല്ലാം ഇൻകാകൾ ചോളവും വിവിധ കിഴങ്ങുവർഗ്ഗങ്ങളും കൃഷി ചെയ്തിരുന്ന ടെറസുകളാണ്. കൾട്ടിവേഷൻ ടെറസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ശരിക്കും മാച്ചു പിച്ചു നഗരം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി വന്നതിനേക്കാൾ മനുഷ്യാധ്വാനം ഈ ടെറസുകൾ രൂപപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുണ്ട്. പാറക്കെട്ടുകൾ നിറഞ്ഞ മലയായിരുന്നു ഇതെന്നോർക്കണം. ഏറ്റവും അടിയിൽ കല്ലുനിരത്തി അതിനു മുകളിൽ ചരലിന്റെ ഒരു അടുക്കുണ്ടാക്കി അതിനും മേലെ നിശ്ചിത കനത്തിൽ മണ്ണു നിറച്ചാണ് ടെറസുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ടെറസുകളിൽ എപ്പോഴും ഈർപ്പം നിലനിർത്താനുള്ള സാങ്കേതിക വിദ്യ വശമുള്ളവരായിരുന്നു ഇൻകാകൾ. മുകളിലെ ടെറസിൽ നിറയുന്ന വെള്ളം സാവധാനം തൊട്ടുതാഴെയുള്ള ടെറസിലേക്ക് അരിച്ചിറങ്ങും. അവിടുത്തെ കൃഷിയെ നനച്ച ശേഷം ജലം വീണ്ടും തൊട്ടുതാഴെയുള്ള ടെറസിലേക്ക്. ഇവിടെ നിൽക്കുമ്പോഴാണ് കൾട്ടിവേഷൻ ടെറസുകളുടെ വൈപുല്യം മനസ്സിലാവുന്നത്. നഗരത്തിന് വേണ്ട ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചിരുന്ന ടെറസുകൾ. ഇക്കാണുന്നതാണ് മാച്ചു പിച്ചുവിലെ സൺ ടെമ്പിൾ.
ഇൻഡി എന്ന് വിളിച്ചിരുന്ന സൂര്യദേവന് വേണ്ടിയുള്ള ക്ഷേത്രം ഒരു പാറയുടെ മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ പാറയുടെ ഒരു ഭാഗം ക്ഷേത്രത്തിനുള്ളിൽ ഉയർന്നു നിൽക്കുന്നത് കാണാം. അവിടെയാണ് മൃഗബലി നടന്നിരുന്നത്. ക്ഷേത്രത്തിന്റെ ഇടതുഭാഗത്ത് കാണുന്നതാണ് റോയൽ പാലസിന്റെ ഭാഗങ്ങൾ. ക്ഷേത്രവും കൊട്ടാരവും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ചക്രവർത്തി ഇൻകാകളുടെ ആത്മീയ ആചാര്യൻ കൂടിയായിരുന്നു. ഇക്കാണുന്നതാണ് കൊട്ടാരത്തിന്റെ ഭാഗങ്ങൾ. ക്ഷേത്രത്തോട് ചേർന്നുള്ള വലിയൊരു കോംപ്ലക്സ് തന്നെയാണത്. അകലെ അക്കാണുന്നത് മാച്ചു പിച്ചുവിലെ വ്യാവസായിക മേഖലയാണ്. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും നെയ്ത്തും നടന്നിരുന്ന ഇടം. നടുവിൽ പുൽത്തകടിയോട് കൂടിയ ഈ ഭാഗമായിരുന്നു മാച്ചു പിച്ചുവിന്റെ സെൻട്രൽ പ്ലാസ. അതിന്റെ ഇരുവശത്തുമായാണ് റെസിഡൻഷ്യൽ ഏരിയയും ഇൻഡസ്ട്രിയൽ ഏരിയയും. രാജകൊട്ടാരവും സൂര്യക്ഷേത്രവും സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗങ്ങളിലേക്ക് നഗരത്തിലെ സാധാരണക്കാർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ടൂറിസ്റ്റുകൾക്കിടയിലൂടെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം. ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും. നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും. സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ. അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര. ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം. ഓസ്ട്രിയൻ ഗ്രാമഭംഗി. സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ. ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും. പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. ഇപ്പോൾ റോയൽ പാലസിന്റെ ഭാഗങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി കാണാം. വീതിയേറിയ കൽഭിത്തിയോടുകൂടിയ പല കെട്ടിടങ്ങൾ. റോയൽ പാലസിന്റെ ഒരു ഭാഗത്തു നിന്നും സെൻട്രൽ പ്ലാസ തുടങ്ങുകയായി. സെൻട്രൽ പ്ലാസയിൽ ലാമകൾ മേഞ്ഞു നടക്കുന്നു. 600 വർഷം മുൻപ് മാച്ചു പിച്ചു സജീവമായ ഒരു നഗരമായിരുന്ന കാലത്തും ലാമകൾ ഈ വഴിയെല്ലാം മേഞ്ഞു നടന്നിരുന്നു. അക്കാലത്ത് ഇവിടുത്തെ ഏറ്റവും പ്രധാന വളർത്തുമൃഗമായിരുന്നു ലാമ. സൗന്ദര്യമുള്ളവരും ശാന്തശീലരുമാണ് ലാമകൾ. ഒട്ടക കുടുംബത്തിലെ അംഗങ്ങൾ. മനുഷ്യരോട് ഏറ്റവും ഇണങ്ങുന്ന ജീവികളാണിവർ. ഒട്ടകത്തെ പോലെ തല ഉയർത്തിപ്പിടിച്ച് ഇവരങ്ങനെ നടക്കും. ശരീരമാകട്ടെ ചെമ്മരിയാടിൻ്റേത് പോലെ രോമാവൃതമാണ്. ലാമയുടെ രോമം വെട്ടിയെടുത്താണ് ഇൻകാകൾ വസ്ത്രവും പുതപ്പുമെല്ലാം ഉണ്ടാക്കിയിരുന്നത്. ആൻഡീസ് പർവ്വതമേഖലയാണ് ഇവരുടെ പ്രധാന വാസയിടം. മാച്ചു പിച്ചുവിന്റെ പുരാവശിഷ്ടങ്ങളിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾക്കിടയിലൂടെ തല ഉയർത്തിപ്പിടിച്ച് അവരങ്ങനെ പോകുന്നത് കാണാൻ തന്നെ ഒരു ചന്തമാണ്. മലഞ്ചെരുവുകളിലൂടെയും കൽക്കെട്ടുകളിലൂടെയുമെല്ലാം സർവ്വസ്വതന്ത്രരായി അവർ നടക്കുന്നു. ഇൻകാകളുടെ സംസ്കാരവും ലാമകളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഇൻകാകൾ രോമത്തിനും മാംസത്തിനും വേണ്ടി ഇവയെ ധാരാളമായി വളർത്തിയിരുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾ മുതൽ കെട്ടിട നിർമ്മാണത്തിനുള്ള കല്ലുകൾ വരെ ഇവയുടെ പുറത്തേറ്റി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. വിശേഷാവസരങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ലാമകളെ ബലിയർപ്പിക്കുന്ന പതിവുമുണ്ടായിരുന്നു ഇൻകാകൾക്ക്. സമൂഹത്തിലെ പ്രമാണിമാരായ ഇൻകാകൾ മരിച്ചാൽ മൃതദേഹത്തിനൊപ്പം ലക്ഷണമൊത്ത ഒരു ലാമയെ കൊന്ന് സംസ്കരിക്കുന്ന പതിവുമുണ്ടായിരുന്നു. വളർത്തുമൃഗമാകുമ്പോൾ തന്നെ ലാമയ്ക്ക് ദൈവികമായ ഒരു പദവിയും ഇൻകാകൾ നൽകിപ്പോന്നു. അവരുടെ ഉർക്കുച്ചിലായ് ദേവതയുടെ ഉടലിന് ലാമയുടെ രൂപമാണ്. വീണ്ടും നടത്തം തുടർന്നു. ഇപ്പോൾ ഇവിടുത്തെ സേക്രഡ് പ്ലാസ എന്ന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. മുന്നിൽ ഇക്കാണുന്നതാണ് ശരിക്കുമുള്ള ഇൻകാ ശിലാനിർമ്മിതിയുടെ ശൈലി. കല്ല് മുറിച്ചെടുത്തിരിക്കുന്നതിന്റെയും അടുക്കിയിരിക്കുന്നതിന്റെയും കൃത്യത കാണുക. സേക്രഡ് പ്ലാസയിലെ പ്രധാന കാഴ്ച മുന്നിൽ അക്കാണുന്ന ക്ഷേത്രമാണ്. ഗവേഷകർ മെയിൻ ടെമ്പിൾ എന്നും പ്രിൻസിപ്പൽ ടെമ്പിൾ എന്നും അതിന് പേര് നൽകിയിരിക്കുന്നു. മാച്ചു പിച്ചുവിലെ ഏറ്റവും പ്രമുഖ നിർമ്മിതിയായിരുന്നു മെയിൻ ടെമ്പിൾ. ഇൻകാ കാലത്ത് അതിമനോഹരമായി അലങ്കരിക്കപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു ഇത്.
വിരാക്കൊച്ച എന്ന ദേവന്റെ ഒരു സ്വർണ്ണ വിഗ്രഹം ഇതിലുണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇൻകാകളുടെ വിശ്വാസമനുസരിച്ച് സൃഷ്ടിയുടെ ദേവനാണ് വിരാക്കൊച്ച. അതുകൊണ്ട് തന്നെ അവർ ഈ ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. വലുതും ചെറുതുമായ ശിലാഖണ്ഡങ്ങൾ കൃത്യമായ അളവിൽ അടുക്കിയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഭൂകമ്പങ്ങളിൽ ക്ഷേത്രഭിത്തികൾക്ക് ഇളക്കം തട്ടിയെങ്കിലും അവ നിലം പൊത്തുകയുണ്ടായില്ല. ഒന്നിനോടൊന്ന് ചേർന്നു നിൽക്കുന്ന കല്ലുകൾ ഇളകിയാലും അതിങ്ങനെ നിൽക്കും. മെയിൻ ടെമ്പിളിനോട് ചേർന്ന് ഇക്കാണുന്നത് 3 വിൻഡോസ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന മറ്റൊരു ക്ഷേത്രമാണ്. ഇൻകാകളുടെ വിശ്വാസമനുസരിച്ച് 3 ലോകങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ക്ഷേത്രത്തിലെ 3 ജാലകങ്ങൾ. അതിഗംഭീരമായ ശൈലിയിൽ കല്ലുകൾ അടുക്കി നിർമ്മിച്ച ക്ഷേത്രം. അതിലെ ആദ്യ ജാലകം ഉക്കുപ്പാച്ച അഥവാ ഭൂതകാലത്തെയും, 2ാം ജാലകം ഹനാൻപാച്ച അഥവാ ഭാവികാലത്തെയും, 3ാം ജാലകം കേപ്പാച്ച അഥവാ വർത്തമാനകാലത്തെയും പ്രതിനിധീകരിക്കുന്നു എന്നാണ് വിശ്വാസം. ക്ഷേത്ര കോംപ്ലക്സിന് തൊട്ടടുത്ത് അക്കാണുന്ന കെട്ടിടം പുരോഹിതരുടെ വാസയിടമായിരുന്നു. സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്ത മറ്റൊരു പ്രദേശം കൂടിയായിരുന്നു ഇവിടം. 3 വിൻഡോസ് ടെമ്പിളിന്റെ ഒരു ഭാഗത്തുകൂടി ഞാൻ നടത്തം തുടർന്നു. ക്ഷേത്രത്തിന്റെ കൂറ്റൻ കൽക്കെട്ടുകൾ ഒരു കാഴ്ച തന്നെയാവുന്നു. ഉറുബാമ്പ നദിയുടെ തീരത്തുനിന്നും 100 കണക്കിന് ആളുകൾ ചേർന്ന് വലിച്ചുകൊണ്ടുവന്ന കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ മെയിൻ പ്ലാസയിലേക്ക് നടന്നെത്തിയിരിക്കുന്നു. പല തട്ടുകളിലായി പുൽത്തകടിയോടെ നീണ്ടുകിടക്കുന്ന മെയിൻ സ്ക്വയർ. അതിന്റെ ഇരുവശവുമുള്ള ടെറസുകളിൽ പൂച്ചെടികളും ചെറിയ ഫലവൃക്ഷങ്ങളും ഉണ്ടായിരുന്നു ഇൻകാ നാളുകളിൽ. മെയിൻ പ്ലാസയുടെ അങ്ങേയറ്റത്ത് ഇൻകാകളുടെ മറ്റൊരു ആരാധനാ സ്ഥലമുണ്ട്. പുല്ലുമേഞ്ഞ 2 കെട്ടിടങ്ങൾ കാണുന്നത് അവിടെയാണ്. ഇൻകാകൾ വാൻക എന്ന് വിശേഷിപ്പിച്ച് ആരാധിച്ചിരുന്ന പാറയാണ് അവിടെയുള്ളത്. കൊട്ടാരവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകളും മതപരമായ ആഘോഷങ്ങളും നടന്നിരുന്ന ഇടമാണ് മെയിൻ പ്ലാസ. ഇൻകാകളുടെ കൊട്ടാരങ്ങളുടെ എല്ലാം മുന്നിൽ അത്തരമൊരു സ്ക്വയർ പതിവാണ്. കുസ്കോയിലെ പ്ലാസ മയോർ ഇൻകാ കൊട്ടാരത്തിന്റെ വിശാലമായ മുറ്റമായിരുന്നു. പ്ലാസയുടെ അരികിലെ നടവഴിയിലൂടെ ഞാൻ നടത്തം തുടർന്നു. എക്കാലത്തും രാജനഗരമായിരുന്നില്ല മാച്ചു പിച്ചു. ചക്രവർത്തി കുസ്കോയിൽ നിന്നും ഇവിടേക്കെത്തുമ്പോൾ മാത്രമായിരുന്നു ഈ മെയിൻ പ്ലാസ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഏറ്റവും സജീവമായിരുന്നത്. സൂര്യദേവനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ചില പ്രത്യേക പൂജകൾക്ക് നേതൃത്വം നൽകാൻ ചക്രവർത്തി നിശ്ചിത ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തിയിരുന്നു. മൃഗബലി മാത്രമല്ല, നരബലിയും ഇൻകാകളുടെ ദൈവിക ആരാധനയുടെ ഭാഗമായി നടന്നിരുന്നു. അകലെ വായനാപ്പിച്ചു എന്ന പർവ്വതം കാണാം. മാച്ചുപിച്ചുവിലെ നിർമ്മിതികൾക്ക് പശ്ചാത്തലമൊരുക്കിയെന്നോണം അതങ്ങനെ നിലകൊള്ളുന്നു. അതിലേക്കും ടൂറിസ്റ്റുകൾ കയറിപ്പോകുന്നുണ്ട്. മാച്ചുപിച്ചുവിലെ നിവാസികൾ ആ പർവ്വതമുകളിലും കൾട്ടിവേഷൻ ടെറസുകൾ പണിത് കൃഷി ഇറക്കിയിരുന്നു എന്നതാണ് അത്ഭുതകരമായ കാര്യം. ഇപ്പോൾ സാഹസികരായ സഞ്ചാരികൾ അതിനു മുകളിലേക്ക് അള്ളിപ്പിടിച്ച് കയറിപ്പോകുന്നുണ്ട്. എനിക്ക് സമയപരിമിതി ഉള്ളതിനാൽ ആ കൊടുമുടിയിലേക്ക് പോകുന്നില്ല. അത്തരം മലകൾ കണ്ടാൽ അതിന്റെ മുകളിലൊന്ന് കയറുക എന്നതാണ് സായിപ്പുമാരുടെ വികാരം. വീണ്ടും നടത്തം തുടരുമ്പോൾ കൾട്ടിവേഷൻ ടെറസുകളുടെ കാഴ്ചയിലേക്ക് എത്തുന്നു. പല നീളത്തിലും വീതിയിലുമുള്ള ടെറസുകൾ. ചോളമായിരുന്നു അവിടെയെല്ലാം കൃഷി ചെയ്തിരുന്നത്. ഇവിടെയുമുണ്ട് കുറെ ലാമകൾ. മുഖം കണ്ടാൽ ഒട്ടകമാണെന്ന് തോന്നും. സഞ്ചാരികൾക്ക് ഇവയുടെ കാഴ്ച വലിയ കൗതുകമാണ്. ആൻഡീസ് പർവ്വതത്തിലെ ജീവിയായതിനാൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്കെല്ലാം ഇതൊരു അത്ഭുതമാണ്. ലാമകളാകട്ടെ ടൂറിസ്റ്റുകളുടെ സാമീപ്യമൊന്നും ഗൗനിക്കാതെ ടെറസുകളിൽ മേയുന്നു. മാച്ചുപിച്ചുവിലെ കൾട്ടിവേഷൻ ടെറസുകൾ എന്നും പുല്ലുവെട്ടിയൊരുക്കി സുന്ദരമായി നിർത്തുന്നത് ഇവരാണെന്ന് എനിക്ക് തോന്നി. കുറെ ലാമകളെ പുൽമേട്ടിലേക്ക് തുറന്നുവിട്ടാൽ അവർ കൃത്യമായ അളവിൽ പുല്ലുമുറിച്ച് ക്രമപ്പെടുത്തി നിർത്തിക്കൊള്ളും. ഇപ്പോഴും ആൻഡീസ് പർവ്വതമേഖലയിലെ അമേരിന്ത്യൻ ഗോത്രവിഭാഗങ്ങളുടെ പ്രധാന വളർത്തുമൃഗമാണ് ലാമ. 25,000 വർഷം മുൻപ് തന്നെ ഈ മേഖലയിൽ ലാമകൾ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നു. ഇൻകാകൾ ഉറുബാമ്പ നദിക്കരയിൽ നിന്നും വലിയ ശിലാഖണ്ഡങ്ങൾ മാച്ചുപിച്ചുവിലേക്ക് വലിച്ചുകൊണ്ടുവന്നിരുന്നത് ലാമയുടെ രോമം കൊണ്ട് മെനഞ്ഞ വടങ്ങൾ ഉപയോഗിച്ചായിരുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്.
ഒട്ടകത്തെപ്പോലെ ക്ഷീണമേതുമില്ലാതെ എത്ര ദൂരം വേണമെങ്കിലും നടക്കുന്നവരാണ് ലാമകൾ. ഇൻക മണിക്കുകൾ ഇവയുടെ പുറത്ത് വലിയ ഭാണ്ഡങ്ങൾ കയറ്റിവെച്ചാണ് ദീർഘമായ യാത്രകൾ നടത്തിയിരുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തട്ടുതിരിച്ച പർവ്വതഭാഗവും പിന്നിൽ മാച്ചു പിച്ചു എന്ന പ്രധാന പർവ്വതവും കാണാം. അതിന് ചെരുവിൽ നിന്ന് ഉറുബാമ്പ നദി വരെ വ്യാപിച്ചു കിടക്കുകയാണ് ഇൻകാകളുടെ പുരാതന പട്ടണവും കൾട്ടിവേഷൻ ടെറസുകളും. ഇവിടെ നഗരത്തിന്റെ ഒരതിര് എന്ന് പറയാവുന്ന ഭാഗത്താണ് ഈ രണ്ട് ചെറുകെട്ടിടങ്ങളുള്ളത്. ആചാരപരമായ ചില കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന രണ്ട് കെട്ടിടങ്ങളാണിത്. അത് മേഞ്ഞിരിക്കുന്ന രീതി കാണുക. മേൽക്കൂര കാറ്റിൽ പറന്നു പോകാതിരിക്കാൻ ഭിത്തികളിൽ നിന്ന് തള്ളിവെച്ച സിലിണ്ടർ രൂപത്തിലുള്ള കല്ലുകളിൽ കെട്ടിയുറപ്പിച്ചിരിക്കുന്നു. ഇത്തരത്തിലായിരുന്നു മാച്ചു പിച്ചുവിലെ മുഴുവൻ കെട്ടിടങ്ങളുടെയും മേൽക്കൂര. രാജകൊട്ടാരം വരെ ഈ വിധം കൂർത്ത മേൽക്കൂരയിൽ പുല്ലുമേഞ്ഞതായിരുന്നു. ഇതാണ് സേക്രഡ് റോക്ക്. ഈ വിശുദ്ധശിലയ്ക്ക് മുന്നിലും മൃഗബലിയും മറ്റും നടന്നിരുന്നു. അത്തരം ചടങ്ങുകൾക്ക് വേദിയായിരുന്ന മുറ്റമാണിത്. ആ മുറ്റത്തു നിന്നും ഉടഞ്ഞുകിടക്കുന്ന കൂറ്റൻ ശിലാഖണ്ഡങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ നടത്തം തുടർന്നു. മാച്ചു പിച്ചുവിന്റെ ഭാഗമായിരുന്ന മറ്റു ജനവാസ കേന്ദ്രങ്ങളുടെ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. ഈ ചരിത്രഭൂമികയിൽ ഇനിയുമുണ്ട് ഏറെ അത്ഭുത കാഴ്ചകൾ.